തളർന്നും ക്ഷീണിച്ചുമിരിക്കുന്നവനെ താങ്ങി ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവം നമുക്ക് ഒരു ദൗത്യം തന്നിരിക്കുന്നു. അത് നാം ചെയ്യണമെങ്കിൽ നാം ആത്മശക്തി പ്രാപിച്ചവരും ദൈവകൃപ നേടിയവരുമായി ദൈവസന്നിധിയിൽ നിൽക്കുകയും അതിനുശേഷം മറ്റുള്ളവരെ ഉറപ്പിച്ചു നിർത്തുവാൻ തക്കവണ്ണം ദൈവാത്മാവിൻ്റെ പരിജ്ഞാനവും ശക്തിയും നാം പ്രാപിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. യെശയ്യാപ്രവചനം 50-ാം അധ്യായം 4-ാം വാക്യം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അതെ, ആത്മാവ് കൊണ്ട് താങ്ങുന്നത് എല്ലാവർക്കും കഴിയുന്ന ഒരു വിഷയമല്ല. ആത്മാവ് കൊണ്ട് ഒരുവനെ ബലപ്പെടുത്തുവാൻ അതിന് പ്രത്യേകമായ അഭിഷേകം നമുക്ക് വേണം. അതിനുവേണ്ടി പ്രത്യേക കൃപയും ആത്മാവിൻ്റെ നിയോഗവും പ്രാപിക്കണം. പലപ്പോഴും വലിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ നാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ തളർന്നിരിക്കുന്നവനെ അവൻ്റെ കഷ്ടത്തിൽ താങ്ങുവാൻ ഒരു വാക്ക് പറഞ്ഞ് അവന് ധൈര്യം കൊടുത്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആത്മാവിൽ നാം ഓരോ ദിവസവും ധൈര്യം പ്രാപിക്കേണ്ടുന്നതും കൃപ പ്രാപിക്കേണ്ടുന്നതും ആവശ്യമാണ്. സദൃശ്യവാക്യം 25-11 തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിലെ പൊന്നാരിങ്ങ പോലെ. അതെ, പറയേണ്ടുന്നത് മാത്രം തക്ക സമയത്ത് പറയുക. പലപ്പോഴും നാം പലതും മറ്റുള്ളവരോട് പറയാറുണ്ട്, ദൈവസന്നിധിയിൽ നാം ഇരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായുള്ള സംസാരം പലപ്പോഴും നമ്മുടെ കൃപയെ, നന്മയെ, അനുഗ്രഹത്തെ ചോർത്തിക്കളയാറുണ്ട്. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ദൈവിക മൂല്യങ്ങൾക്കനുസരിച്ച് നിൽക്കുവാൻ തക്കവണ്ണം തക്ക സമയത്തെ വാക്കുകൾ വെള്ളിത്താലത്തിലെ പൊന്നാരിങ്ങ പോലെ വിലയുള്ളതായി തീരേണ്ടതിന് നാം ദൈവസന്നിധിയിലിരിക്കണം. എൻ്റെ ജനത്തെ ആശ്വസിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോട് സംസാരിച്ച് അവളുടെ യുദ്ധസേവ കഴിഞ്ഞ് എന്ന് അവളോട് വിളിച്ചു പറയുവീൻ. അതെ, ആദരവോടെ സംസാരിക്കുക. നമ്മളുടെ കഷ്ടങ്ങൾ മാറിപ്പോയി എന്ന് നാം വളരെ സഹിഷ്ണുതയോടെ സംസാരിക്കുക. അതെ, കർത്താവിൻ്റെ വിളി നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടി ആണെന്ന് നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അതെ, ആശ്വാസമില്ലാതെ പലരും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.